മക്കളെ, ഇന്ന് നമുക്ക് വൈറ്റ് ക്യാപ്പ് എന്ന കഹാനിയിലെ സെക്കൻഡ് പാർട്ട് എടുക്കാം. ഫസ്റ്റ് പാർട്ട് നമ്മൾ ഇതുവരെയാണ് എടുത്തത്. നഹീം മിലീദി. ഇനി ബാക്കി ഭാഗമാണ് നോക്കാം. എല്ലാവരും 2 പാർട്ടും കാണുക. 2 പാർട്ട് മാത്രമായിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത്. ഓക്കെ. കുछ समय तक गेल अच्छा चलता रहा. फिर एक बल्लेबाज ने ऐसा चक्का मारा कि सब हक्का बक्का रह गए. बॉल पास की निर्माणाधीन 3 मंजिला इमारत की छत पर चली गई. കുച്ച് സമയത്തക്ക് ഗേൽ അച്ചാ ചൽത്താരഹ. കുറച്ച് സമയം വരെ അവരുടെ കളി നല്ല രീതിയിൽ നടന്നു. ഫിർ ഏക് ബല്ലേബാസ്നെ, പിന്നീട് ഒരു ബാറ്റ്മാൻ, ഐസാ ചക്കാമാര, ഒരു ബാറ്റ്മാൻ എന്ത് ചെയ്തു? 6 അടിച്ചു. ചക്കാമാര പറഞ്ഞാല് 6 അടിച്ചു. കി സബ് ഹക്കാ ബക്കാ രഹുകയെ, എല്ലാവരും അത് കണ്ടിട്ട് ആശ്ചര്യപ്പെട്ടു, സ്തബ്ധരായി. ഹക്കാ ബക്ക പറഞ്ഞ സ്തബ്ധരാവുക. ബോൾ പാസ് കി നിർമ്മാണാധീൻ ഏക് 3 മഞ്ചില ഇമാരത്ത് കി ഛത്ത് പർ ചലി ഗയി. അപ്പോൾ ആ ബോൾ എവിടേക്കാണ് പോയത്? അടുത്തു തന്നെയുള്ള പണി നടന്നുകൊണ്ടിരിക്കുന്ന 3 നില കെട്ടിടത്തിൻ്റെ മുകളിലത്തെ ടെറസിലേക്ക്, ചത്ത് പറഞ്ഞ ടെറസ് അല്ലെങ്കിൽ മേൽക്കൂര, അതിൻ്റെ മുകളിലേക്കാണ് ആ ബോൾ തെറിച്ച് പോയത്. ലഡുക്കോ കെ പാസ് നയി വഹ് ഇക്കലൗത്തി ബോൾ ദി. കുട്ടികളുടെ അടുത്ത്, ആ കളിക്കുന്ന ആൺകുട്ടികളുടെ അടുത്ത് പുതിയ ഈ ഒരേ ഒരു ബോൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇക്കലൗത്തി, ഒരേ ഒരു ബോൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആർ ഇമാരത്ത് കെ പീച്ചേ കി ഹിൽത്തി ചാലി സേ ചടുക്കർ ചത്ത് തക്ക് ജാന ഉൻകെ ലിയെ മുഷ്കിൽ കാം ദാ. ഇമാരത്ത് കെ പീച്ചേക്ക്, ആ കെട്ടിടത്തിൻ്റെ പിന്നിൽ, ഹിൽത്തി ചാലീസെ ചടുക്കർ, ഇളകുന്ന കോവണിയിലൂടെ കയറിയിട്ട്, ചത്ത് തക്ക് ജാന, മേൽക്കൂര വരെ പോവുക എന്നത്, ഉനിക്കേലിയ മുഷ്കിൽ കാംദ, അവർക്ക് വളരെ വിഷമം പിടിച്ച ഒരു ജോലിയായിരുന്നു. ഉനിക്കാ ഗേൽ രുക്ക് ഗയാ ഓർ വേ ഏക് ദൂസരേക്കോ കോസത്തെ, അവരുടെ കളി നിന്നു. അവർ ഒരാൾ മറ്റൊരാളെ കുറ്റപ്പെടുത്താൻ തുടങ്ങി. ഗാലി ദേത്തെ നീം, ഗാലി തന്നെ ചീത്ത വിളിക്കുക, വഴക്ക് പറയുക. നീം കെ നീച്ചെ ആക്കർ ഗഡേ ഹോഗയെ, അവര് ആ വേപ്പ് മരത്തിന് താഴെ വന്നിരുന്നു. അവർ കുറ്റപ്പെടുത്തലും അതുപോലെ തന്നെ ചീത്ത പറച്ചിലും ഒക്കെ ആയിട്ട് അവര് ആ വേപ്പ് മരത്തിന്റെ താഴെ വന്നിരുന്നു. 10 बार कहा कि यहाँ से कहीं और जाकर इस मैच को खेलते हैं, मगर तुम लोग माने नहीं, अब लो. എന്താ ഒരു കുട്ടി പറയുന്നത്? 10 ബാർ കഹ, 10 തവണ പറഞ്ഞതാണ്. കി എന്തെന്നാൽ, യഹാംസെ കഹീം ഓർ ജാക്കർ, ഇവിടെ നിന്ന് മറ്റെവിടെയെങ്കിലും പോയിട്ട്, ഇസ് മാച്ച് കോ ഗൽത്തേ ഹെ, ഈ മാച്ച് കളിക്കാം എന്ന് 10 തവണ പറഞ്ഞതാണ്. മഗർ തും ലോക മാനേ നഹീം, പക്ഷെ നിങ്ങളാരും അത് അംഗീകരിച്ചില്ല. അബ് ലോ, ഇനി പോയി എടുത്തോളൂ, ബോൾ തെറിച്ചു പോയല്ലോ, ഇനി പോയി എടുത്തോളൂ എന്ന് പറയാണ്. സബ് ഈസ് മനോജ് കി ഗൽത്തി ഹെ, ഇതെല്ലാം ഈ മനോജിന്റെ കുഴപ്പമാണ്. ജിസ്നെ ഇത്തനി ജോർ സേ ബിൽഡിംഗ് കി തരഫ് മാരാത, ആരാണോ ഇത്രയും ശക്തമായിട്ട് ബിൽഡിങ്ങിലേക്ക് ആ പന്ത് അടിച്ചിട്ടത്, അതായത് വളരെ ശക്തിയിൽ ആ ബിൽഡിങ്ങിന്റെ മുകളിലേക്ക് പന്ത് അടിച്ചിട്ട മനോജിന്റെ കുഴപ്പമാണ് ഇതൊക്കെ എന്ന് പറയാണ്. अब वही जाकर बॉल लाए दा, फिर अपने पैसे से नया ഖരീദേ. ഇനി അവിടെ പോയിട്ട് ആ ബോൾ എടുത്തുകൊണ്ട് വന്നോളൂ, അല്ലെങ്കിൽ എന്ത് ചെയ്തോളൂ? അപ്പനെ പൈസേസെ നയാ ഖരീദേ, സ്വന്തം പൈസ ഉപയോഗിച്ച് പുതിയത് വാങ്ങിച്ചോളൂ എന്ന് പറയാണ്. ആജ് കാ ദിൻ തോ ഖരാബ് ഹോ ഹി ഗയാ, സമਝോ, ഇന്നത്തെ ദിവസം നശിച്ചു, മനസ്സിലായോ? മുझे ക്യാ പതാ താ കി ബോൾ ഇത്തനി ജ്യാദാ ഉജൽ ജായേഗി, എനിക്ക് എങ്ങനെ അറിയാമായിരുന്നു ഈ ബോൾ ഇത്രയും ഉയരത്തിലേക്ക് പോകുമെന്ന്? ജ്യാദ, ഇത്രയും കൂടുതൽ, ഉജൽ ജായേഗി, ഉയർന്നു പോകുമെന്ന് എനിക്ക് എങ്ങനെ അറിയുമായിരുന്നു? തും ലോഗോനെ യദി യഹീം സാമനെ രോക്ക് ലി ഹോത്തി തോ, നിങ്ങൾ ആരെങ്കിലും ഒരു പക്ഷേ അതിനെ മുന്നിൽ നിന്ന് തടയുകയായിരുന്നു എങ്കിൽ, വഹ് പീച്ചേ ജാത്തി ഹി ക്യോം, അത് അത്രയും പിന്നോട്ടേക്ക് പോകുന്നത് എങ്ങനെ? കംസോരി തുമാരി ഹെ, അപ്പം നിങ്ങളുടെ ദൗർബല്യമാണ്, ബലഹീനത നിങ്ങളുടേതാണ്.
अब आधा दिन बचा है और पास में कोई दुकान भी नहीं है. ഇനി ആധാ ദിൻ, ഇനി പകുതി ദിവസം മാത്രമാണ് ബാക്കിയുള്ളത്. ഒരു ദിവസം അവർ കളിക്കാൻ വേണ്ടി എടുത്തു, പക്ഷേ പകുതി സമയം അങ്ങനെ ബോൾ നഷ്ടപ്പെട്ടതിൽ പോയി. ഇനി പകുതി സമയം മാത്രമാണ് കളിക്കാനുള്ളത്. और पास में कोई दुकान भी नहीं है. അടുത്തൊന്നും കടകളും ഇല്ല. ബോൾ വാങ്ങിക്കണമെങ്കിൽ എന്തില്ല, അടുത്തൊന്നും കടകളുമില്ല. सभी लड़के बुनबुनाते हुए नीम की छाया में ही निराश बैठ गए. എല്ലാ ആൺകുട്ടികളും പിറുപിറുത്തുകൊണ്ട്, ബുൻബുനാത്തെ പറഞ്ഞ പിറുപിറുത്തുകൊണ്ട്, നീം കി ഛായാമേ വേപ്പുമരത്തിന്റെ തണലിൽ, നിരാശ് बैठ गए നിരാശരായിട്ടിരുന്നു. അചാനക് നിരാശ് ലഡുക്കോം കെ ബീച്ച് ഉൻകി ബാൾ ആക്കർ ഗിരി. പെട്ടെന്ന് നിരാശരായ ആൺകുട്ടികളുടെ ഇടയിലേക്ക്, ബീച്ച് ഇടയിലേക്ക്, ഉൻകി ബോൾ അവരുടെ ബോൾ വന്നു വീണു, ആക്കർ ഗിരി വന്നു വീണു. ചമക്കായെ ചകിത് ലഡുക്കോം നെ ദേക്കാ കി ഉസ് ഇമാരത് കി ഛത്ത് പർ കേശവ് മുസ്കരാത്താ ഹുവാ ഖടാ. അത്ഭുതപ്പെട്ടു നോക്കിയ കുട്ടികൾ കണ്ടു, ആ വലിയ കെട്ടിടത്തിന്റെ മേൽക്കൂരയിൽ കേശവ് മുസ്കരാത്താ ഹുയാ ഖടാ, കേശവ് പുഞ്ചിരിച്ചു കൊണ്ടു നിൽക്കുന്നു. ആർ വഹാം സേ ഹാത്ത് ഹിലാ രഹാദ, അവൻ അവിടെ നിന്നുകൊണ്ട് കൈവീശുന്നു. അതാണ് ആ കുട്ടികൾ കണ്ട കാഴ്ച. ലടുക്കെ ഉച്ചൽ പടേ, ആൺകുട്ടികൾ എല്ലാവരും എന്ത് ചെയ്യാൻ തുടങ്ങി, സന്തോഷത്തോടെ തുള്ളിച്ചാടാൻ തുടങ്ങി. ഉച്ചൽ പടേ തുള്ളിച്ചാടുക, സന്തോഷത്തോടെ തുള്ളിച്ചാടാൻ തുടങ്ങി. ഏക് ബഡേ ലടുക്കേനെ ഖുഷ് ഹോക്കർ കഹ, ഒരു വലിയ ആൺകുട്ടി സന്തോഷത്തോടെ പറഞ്ഞു, വാ ടാർസൻ ഹേ യേ തോ ചലോ യാർ കാം ബൻ ഗയാ. ആ കുട്ടി എന്താണ് പറഞ്ഞത്, വാ ഇതാണ് ടാർസൻ, ഇനി ജോലി കഴിഞ്ഞു, വരൂ നമുക്ക് കളിക്കാം എന്ന് പറഞ്ഞിട്ട് അവര് അവിടെ നിന്ന് പോകുന്നു. ലടുക്കെ കേശവ് കെ നീച്ചെ ആനേക്കാ ഇന്ദസാർ കിയേ ബിന, ആ ആൺകുട്ടികൾ കേശവ് താഴെ, നീച്ചെ ആനേക്കാ ഇന്ദസാർ താഴെ വരാൻ കാത്തു നിൽക്കാതെ, ആ കേശവ് താഴോട്ടേക്ക് ഇറങ്ങി വരാൻ കാത്തു നിൽക്കാതെ, ഫിർ അപ്പനെ ഗേൽ മേം രം ഗയേ, വീണ്ടും അവർ സ്വന്തം കളിയിൽ മുഴുകി. ആ കളിച്ചുകൊണ്ട് വന്ന ആൺകുട്ടികൾ ബോൾ കിട്ടിയ ഉടനെ, കേശവനെ ഒന്നും അവർ പിന്നെ നോക്കിയില്ല, ബോൾ കിട്ടിയ ഉടനെ അവർ വീണ്ടും കളിയിലേക്ക് മുഴുകി. जब उनकी बॉल झाड़ी के अंदर चली गई और गेल जरा देर रुक गया, എപ്പോഴാണോ അവരുടെ ബോൾ വീണ്ടും ജാഡിക്ക് അന്തർ, കുറ്റിക്കാടിൻ്റെ ഉള്ളിലേക്ക് വീണ്ടും പോയത്, ആർ ഗേൽ സരാ ദേർ രുക്കുകയ, അപ്പോൾ അവരുടെ കളി, ഗേൽ സരാദേർ അല്പസമയം നിന്നു, നിലച്ചു. അവരിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. വീണ്ടും അവരുടെ പന്ത് എന്തായി, കുറ്റിക്കാട്ടിലേക്ക് പോയി. അപ്പോൾ അവരുടെ കളി കുറച്ച് സമയത്തേക്ക് നിലച്ചു. തബ് ഉന്നേം കേശവിക്ക് ഫിർ സരൂരത്ത് മഹസൂസ് ഹുയി, അപ്പോഴാണ് വീണ്ടും അവർക്ക് കേശവിൻ്റെ ആവശ്യമുണ്ട് എന്ന തോന്നലുണ്ടായത്. മഗർ സരൂരത്ത് പറഞ്ഞ ആവശ്യം, മഹസൂസ് പറഞ്ഞ തോന്നൽ. മഗർ കേശവ് ദാ കഹാം, പക്ഷേ കേശവ് എവിടെ? അബേ ദേക്കോ സാലോ വോ ലടുക്ക ഛത്ത് സേ ഉതരാ ഹി നഹീം, എന്താണ് അവർ പറയുന്നത്? ഹേ നോക്കൂ കൂട്ടുകാരെ, വോ ലടുക്ക, ആ ആൺകുട്ടി, ഛത്ത് സേ ഉതരാ കി നഹീം, ആ ആൺകുട്ടി ടെറസിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടോ ഇല്ലയോ? दो लड़के दौड़कर इमारत के पीछे बांधी चाली की और गए. അങ്ങനെ അവർക്ക് സംശയം, അവന് മുകളിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടോ ഇല്ലയോ, ആർക്കും അറിയില്ല. അപ്പോൾ അവരെന്ത് ചെയ്തത്, രണ്ട് ആൺകുട്ടികൾ ഓടിപ്പോയി നോക്കി. ഇമാരത്ത് കെ പീച്ചെ ബാന്തി, ആ കെട്ടിടത്തിൻ്റെ പിന്നിൽ, പീച്ചെ ബാന്തി ചാലിക്ക്, ആ പിന്നിലായിട്ട് ബന്ധിച്ചിട്ടുണ്ടായിരുന്ന ആ ഇളകുന്ന കോവണിയുടെ അടുത്തേക്ക് അവർ ഓടിപ്പോയി നോക്കി. ജോ ദേക്കാത്തോ ചില്ലാപ്പടെ, അവരവിടെ എന്തോ കണ്ട് അവർ നിലവിളിക്കാൻ തുടങ്ങി. ചില്ലാന പറഞ്ഞാൽ നിലവിളിക്കുക, കൂവി വിളിക്കുക. കൂവി വിളിച്ചുകൊണ്ട് എന്താ പറയുന്നത്? അബേ ഏ തോ മർ ഗയാ ലഗ്താ ഹേ, എന്താണ്? ഹേയ് നോക്കൂ, ഈ കുട്ടി മരിച്ചു എന്നാണ് തോന്നുന്നത്. ബാക്കി ലടുക്കെ ബി ഗബരാക്കർ ഉസ് തരഫ് ദൗഡേ, ബാക്കി ആൺകുട്ടികളും പരിഭ്രാന്തരായിട്ട് അവിടേക്ക് ഓടിച്ചെന്നു.
एक लड़का जो अपने साथ वाटर बैग लेकर आता था. ഒരു ആൺകുട്ടി വരുമ്പോൾ അവൻ്റെ കയ്യിലെന്തുണ്ടായിരുന്നു? വാട്ടർ ബാഗ് ഉണ്ടായിരുന്നു. उसने जमीन पर मुड़े तुड़े बेसुध से पड़े केशव के सिर पर पानी के चिमटे मारे. അവൻ സെമീൻ പർ തറയില് മുടേ തുടേ ഒടിഞ്ഞു മുറിഞ്ഞു കിടക്കുന്ന ഒടിഞ്ഞു മുറഞ്ഞ് ബേസുദ് പറഞ്ഞ ബോധരഹിതനായി കിടക്കുന്ന കേശവ് കെ സിർപ്പർ കേശവന്റെ തലയിലേക്ക് പാനീക്കെ ചീംട്ടേമാരെ വെള്ളം തളിക്കാൻ തുടങ്ങി. കേശവ് കെ ശരീരമേം ഹൽക്കി സി ഹർക്കത്ത് ഹുയി. കേശവന്റെ ശരീരത്തിൽ നേർത്ത ഒരു അനക്കം ഉണ്ടായി. ഹർക്കത്ത് പറഞ്ഞ അനക്കം. കേശവന്റെ ശരീരം പതുക്കെ അനങ്ങാൻ തുടങ്ങി. അവർ വഹ് കുൻമുനാനെ ലഗ. അവൻ പിറുപിറുക്കാൻ തുടങ്ങി. മേരി ടാങ്ക് മേരാ ഹാത്ത്. എൻ്റെ കൈ, എൻ്റെ കാല് എന്ന് അവൻ പിറുപിറുക്കാൻ തുടങ്ങി. കുൻമുനാന പറഞ്ഞാൽ പിറുപിറുക്കുക. ഗബരായെ ഏക് ലഡ്കേനെ കഹ. പരിഭ്രാന്തനായ, അതായത് പേടിച്ചരണ്ട ഒരു ആൺകുട്ടി പറഞ്ഞു. ചൗക്ക് തക്ക് ദൗഡ്കർ ദോ ലോഗ് ജാവോ. 2 പേർ പെട്ടെന്ന് തന്നെ 4 കവല വരെ ഓടിപ്പോകൂ. കോയി ബി ഓട്ടോ ടാക്സി മിലേ ഫൗരൻ ലേക്കർ ആവോ. എന്തെങ്കിലും ഒരു ഓട്ടോയോ അല്ലെങ്കിൽ ടാക്സിയോ എന്താണ് കിട്ടുന്നതെങ്കിൽ പെട്ടെന്ന് തന്നെ ഫൗരൻ പെട്ടെന്ന് തന്നെ വിളിച്ചുകൊണ്ടുവരൂ. ഹോസ്പിറ്റലിലെ ജാനാ ഹോഗ. ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ടി വരും. हम इसे उठाकर बिल्डिंग के सामने वाले हिस्से में ले चलते हैं. ഞങ്ങൾ ഇവനെ എടുത്ത് ബിൽഡിംഗ് കെ സാമനെ വാലെ ബിൽഡിങ്ങിൻ്റെ മുമ്പിലുള്ള ഭാഗത്തേക്ക് നടന്നു വരാം എന്ന് പറയാണ്. കൊണ്ടുവരാം, അവനെ ഞങ്ങൾ എടുത്തിട്ട് ആ ബിൽഡിങ്ങിൻ്റെ മുൻവശത്തുള്ള ഭാഗത്തേക്ക് വരാം. ലഡ്കോംനെ ജഥൻ സേ കേശവ് കോ ഉടായ. ആൺകുട്ടികൾ വളരെ ശ്രദ്ധാപൂർവം, ജഥൻ സേ ശ്രദ്ധാപൂർവം, കേശവ് കോ ഉടായ കേശവനെ എടുത്തു. और इमारत के सामने वाले हिस्से की സമതൽ സമീൻ पर ले आए. ഇമാരത്ത് കെ സാമനെ വാലെ കെട്ടിടത്തിൻ്റെ മുൻപിലുള്ള ഭാഗമാകുന്ന സമതൽ സമീൻ പർ നിരപ്പായ സ്ഥലത്തേക്ക് അവനെ കൊണ്ടുവന്നു. इतने में കേശവ് കെ മാതാ പിതാ ബി ദൗഡ്തേ ഹുയേ ആയേ. അപ്പോഴേക്കും കേശവന്റെ മാതാപിതാക്കൾ അവിടേക്ക് ഓടിയെത്തി. ദൗഡ്തേ ഹുയേ ആയേ, ഓടിയെത്തി. കേശവ് കി മാം ചീക്ക് കർ രോ പടി. കേശവന്റെ അമ്മ ഉച്ചത്തിൽ നിലവിളിക്കാൻ തുടങ്ങി. തബി ഓട്ടോ ബി ആകയ. അപ്പോഴേക്കും ഓട്ടോ എത്തി. കേശവ് കോ ജൽദി സെ ഉസ്മേം ലിഠായ ഗയ. കേശവനെ പെട്ടെന്ന് തന്നെ അതിൽ കിടത്തി. ഓട്ടോ എത്തി, ഓട്ടോയിലേക്ക് ആ കേശവനെ കിടത്തി. ഉസ്കെ മാതാപിതാ ബി തത്ക്ഷൺ ഉസ്കെ സാത്ത് ഓട്ടോ മേ സവാർ ഹോ ഗയേ. അവൻ്റെ മാതാപിതാക്കളും ഉടൻ തന്നെ അവനോടൊപ്പം ഓട്ടോയിൽ കയറി സവാരി ചെയ്തു. അവരവിടെ നിന്ന് ഹോസ്പിറ്റലിലേക്ക് യാത്ര പുറപ്പെട്ടു. ലഡ്കോം കാ ദൂസരാ ദിൻ ഗാലി ഗാലി ബീത്ത. ആ ആൺകുട്ടികളുടെ 2ാമത്തെ ദിവസവും വെറുതെ അങ്ങനെ പോയി. ആദ്യത്തെ ദിവസം ബോൾ നഷ്ടപ്പെട്ടിട്ടും പോയി. 2ാമത്തെ ദിവസം ആ കുട്ടി ഹോസ്പിറ്റലിലായതും ഒക്കെ കാരണത്താൽ 2ാമത്തെ ദിവസവും അങ്ങനെ പോയി. उन्होंने तय किया कि बिना घर के लोगों को बतलाए कल वे अपनी साइकिलों से हॉस्पिटल जाएंगे. ഉനോനെ തൈക്കിയ. അവർ തീരുമാനിച്ചു, അവരൊരു തീരുമാനം എടുത്തു. എന്താണ് എടുത്ത തീരുമാനം? ബിനാ ഗർക്കെ ലോകോങ്കോ ബദലായെ. വീട്ടിലുള്ളവരോട് പറയാതെ. ബിന പറഞ്ഞാൽ കൂടാതെ. ഗർക്കെ ലോകോങ്കോ ബദലായെ. ബദലാന പറയുക. വീട്ടിലുള്ള ആളുകളോട്. ഗർക്കെ ലോകവും വീട്ടിലുള്ള ആളുകളോട് പറയാതെ എന്ത് ചെയ്യാം? ആ കുട്ടിയുടെ അടുത്തേക്ക് ഹോസ്പിറ്റലിലേക്ക് പോകാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുകയാണ്. കൽ വേ അപ്പനി സൈക്കിൾ. അവരെങ്ങനെയാണ് പോകുന്നത്? നാളെ
വേ അവർ അപ്പനീ സൈക്കിളോം സേ സ്വന്തം സൈക്കിളുകളിൽ, ആ കുട്ടികളെല്ലാവരും അവരവരുടേതായിട്ടുള്ള സൈക്കിളുകളിൽ ഹോസ്പിറ്റൽ ജായെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് പോകും. ജഹാം കേശവ് കാ ഇലാജ് ഹോ രഹാ ഹേ, എവിടെയാണോ കേശവന്റെ ചികിത്സ നടക്കുന്നത് ആ ഹോസ്പിറ്റലിലേക്ക് ഈ എല്ലാ കുട്ടികളും അവരവരുടേതായിട്ടുള്ള സൈക്കിളിൽ അവിടേക്ക് പോകാം എന്ന് അവർ തീരുമാനമെടുത്തു. ഉനോനെ ദോപഹർ കാ സമയ തയ് കിയ, അവർ ഉച്ച സമയമാണ് അതിനു വേണ്ടി തിരഞ്ഞെടുത്തത്. ദോപഹർ പറഞ്ഞ ഉച്ച സമയമാണ് അവർ അതിനു വേണ്ടി തിരഞ്ഞെടുത്തത്. और एक एक कर सभी नीम के पेड़ के पास जमा होने लगे, അവർ ഓരോരുത്തരായി സബി എല്ലാവരും നീം കെ പേട് കെ പാസ് വേപ്പ് മരത്തിൻ്റെ അരികിൽ ജമാ ഹോനയിലേക്ക് ഒന്നിച്ചുകൂടും. എന്നിട്ട് അവിടെ നിന്നാണ് അവർ പോവുക. എല്ലാവരും കൂടെ എവിടെ എത്താനാണ് തീരുമാനമെടുത്തത്? എല്ലാവരും ഉച്ച സമയത്ത് വേപ്പ് മരത്തിൻ്റെ താഴെ എത്തണം. എന്നിട്ട് അവിടെ നിന്ന് അവർ സൈക്കിളിൽ ഹോസ്പിറ്റലിലേക്ക് പോകും. അതായിരുന്നു അവരുടെ തീരുമാനം. मगर तभी उन्होंने देखा केशव के अस्थाई डेरे के पास एक ऑटो आकर खड़ा हुआ. മഗർ തബി ഉനോനെ ദേക്ക, പക്ഷേ അപ്പോഴേക്കും അവർ കണ്ടു കേശവന്റെ അസ്ഥായി ടേരെ, അസ്ഥായി പറഞ്ഞാൽ താൽക്കാലികമായിട്ടുള്ള അവൻ്റെ കുടിൽ, ഒരു ടെൻറ്റ് കെട്ടിയിട്ടുണ്ടല്ലോ താൽക്കാലികമായിട്ട്, ആ കെട്ടിയിട്ടുള്ള കുടിലിൻ്റെ കുടിലിൻ്റെ അടുത്തായിട്ട് ഏക ഓട്ടോ ആക്കറുകട, ഒരു ഓട്ടോറിക്ഷ വന്നു നിന്നു. और उसमें से केशव के माता पिता उधर टेरे के अंदर जा रहे थे. അതിൽ നിന്നും കേശവന്റെ മാതാപിതാക്കൾ ഉദർക്കർ ഇറങ്ങിയിട്ട് ഡേരയ്ക്ക് അന്തർ ആ കുടിലിൻ്റെ ഉള്ളിലേക്ക് പോയി. മഗർ കേശവ്, പക്ഷേ കേശവ്, ആ കുട്ടികൾ അവിടെ നിന്ന് നോക്കുമ്പോൾ കാണുന്നത് എന്താണ്? ഒരു ഓട്ടോറിക്ഷ വന്ന് നിൽക്കുന്നതും അതിൽ നിന്ന് കേശവൻ്റെ അച്ഛനും അമ്മയും ഇറങ്ങി കുടലിനുള്ളിലേക്ക് പോകുന്നതും കാണുന്നുണ്ട്. പക്ഷേ കേശവനെ കാണാനില്ല. അപ്പോൾ അവർ ചോദിക്കുകയാണ്, മഗർ കേശവ്, പക്ഷേ കേശവ് उन्होंने अपने एक साथी को अकेले चुपचाप जाकर केशव के बारे में खबर लाने के लिए तैयार किया. അവർ തൻ്റെ കൂട്ടത്തിലുള്ള ഒരു കൂട്ടുകാരനെ അകേലെ മിണ്ടാതെ ചുപ്ചാപ്പ് ഒറ്റയ്ക്ക്, എങ്ങനെയാണ് ചുപ്ചാപ്പ് മിണ്ടാതെ ഒറ്റയ്ക്ക് നിശബ്ദനായിട്ട് പോയിട്ട് കേശവ് കെ ബാരമേ, കേശവനെ കുറിച്ച് ഖബർ ലാനെ കെലിയെ, കുറിച്ചുള്ള വാർത്ത കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അവനെ തയ്യാറാക്കി വിട്ടു. അതായത് അവരുടെ കൂട്ടത്തിലുള്ള ഒരു ഫ്രണ്ട്സിനെ പറഞ്ഞയക്കുകയാണ്. എന്തിനു വേണ്ടി? കേശവൻ്റെ വിവരം അറിയാൻ വേണ്ടിയിട്ട്. ഒന്നും മിണ്ടാതെ പോയിട്ട് ശബ്ദം ഉണ്ടാക്കാതെ മെല്ലെ പോയി അവൻ്റെ വിവരം എന്താണെന്ന് അറിഞ്ഞു വരാൻ വേണ്ടിയിട്ട് അവനെ അയക്കുന്നു. वह लड़का गया और उससे ऑटो वाले से बात की और ऑटो में जांग कर चला आया. वह लड़का गया, ആ ആൺകുട്ടി പോയി. ഉസ്നെ ഓട്ടോ വാലെ സെ ബാത് കി, അവൻ ഓട്ടോറിക്ഷക്കാരനോട് സംസാരിച്ചു. ആർ ഓട്ടോ മേ ജാങ് കർ ചല ആയ, എന്നിട്ട് ആ ഓട്ടോയിലേക്കൊന്ന് എത്തി നോക്കിയിട്ട് ചല ആയ, വന്നു. അവിടെ ആ കൂട്ടുകാരുടെ അടുത്തേക്ക് തന്നെ തിരിച്ചു വന്നു. ലൗഡ്കർ ഉസ്നെ ഘബരായി ആവാസ് മേ ധീരെ ധീരെ കഹ, തിരിച്ചെത്തിയിട്ട് അവൻ, ലൗഡ്കർ എന്ന് പറഞ്ഞാൽ തിരിച്ചെത്തിയിട്ട്, ഉസ്നെ അവൻ ഘബരായി ആവാസെ പരിഭ്രമം നിറഞ്ഞ ശബ്ദത്തിൽ അവൻ പതുക്കെ പറയാണ്, ധീരെ ധീരെ കഹ, പതുക്കെ പറഞ്ഞു. അബേ ഓട്ടോ മേ കേശവ് ഏക്ക് കർവട്ട് ലേട്ടാ ഹേ, എന്താണ്? ഓട്ടോറിക്ഷയിൽ കേശവ് ഒരു വശം തിരിഞ്ഞു കിടക്കുകയാണ്, ചരിഞ്ഞു കിടക്കുന്നുണ്ട്. മുജേ ഉസ്നെ നഹീ ദേഖ, അവൻ എന്നെ കണ്ടിട്ടില്ല. ഉസ്കെ ഏക്ക് ഹാത്ത് ഓർ ഏക്ക് പയർ മേ പ്ലാസ്റ്റർ ചടാ ഹുവാ ഹെ, അവൻ്റെ ഒരു കാലിലും ഒരു കയ്യിലും പ്ലാസ്റ്റർ ഇട്ടിട്ടുണ്ട്. ऑटो वाले ने बदलाया कि वे सभी अपना सामान बटोरकर उसी ऑटो से अभी बस स्टैंड जा रहे हैं. ഓട്ടോറിക്ഷക്കാരൻ പറഞ്ഞ കാര്യം എന്താണ്? സബി അപ്പനെ സാമാൻ ബട്ടോർക്കർ, അവർ എല്ലാ സാധനങ്ങളും അവിടെ നിന്ന് എടുത്തിട്ട് ഓട്ടോസെ, ആ ഓട്ടോറിക്ഷയിൽ തന്നെ അബി ബസ് സ്റ്റാൻഡ് ചാരഹേ, ഇപ്പോൾ തന്നെ അവരെങ്ങോട്ട് പോവുകയാണ്? ബസ് സ്റ്റാൻഡിലേക്ക് പോവുകയാണ്.
വഹീം സേ ബസ് സേ അപ്പനെ ഗാവ് ഭീ നികൽ ജായേങ്കെ, അവിടെ നിന്നും ബസ്സിൽ സ്വന്തം ഗ്രാമത്തിലേക്ക് പുറപ്പെടും. അതായിരുന്നു അവന് കിട്ടിയ വിവരം. കൂട്ടുകാരൻ വന്നു പറഞ്ഞു, ബേച്ചാരെ ലടുക്കേക്ക് ഹഡ്ഡിയാൻ ടൂട്ട് ഗയി ഹേ യാർ ഓർ വഹ് ഭീ ഹമാരെ കാരൻ. അപ്പം എന്താണ് പറയുന്നത്? പാവം കുട്ടിയുടെ അസ്ഥികൾ പൊട്ടിയിരിക്കുന്നു. സുഹൃത്തുക്കളെ, പാവം കുട്ടി, അവൻ്റെ അസ്ഥികൾ പൊട്ടിയിരിക്കുന്നു. और वह भी हमारे कारण, അതും നമ്മൾ കാരണം. ഗരീബ് മസ്ദൂർ പരിവാർ, ദരിദ്രരായ തൊഴിലാളി കുടുംബം. ജിസ്ക അപ്പന യഹാം കോയി സ്ഥായി ടിക്കാന നഹീദ, അവർക്ക് ഇവിടെ സ്ഥിരമായിട്ട് ഒരു താമസ സ്ഥലം, ടിക്കാന ഒരു താമസ സ്ഥലവുമില്ല. അപ്പനി കുൽ दो तीन ഗഡരിയാം ലേക്കർ ജൽദി ഹി വാപ്പസ് ആട്ടോമേ ആ ബൈറ്റ, അവരുടെ ഏകദേശം ആകെയുള്ള അപ്പനീക്കുൽ, അവർക്ക് ആകെയുള്ള 2-3 ഗഡരിയ, 2-3 കെട്ടുകൾ, അവർക്ക് 2-3 ഭാണ്ഡക്കെട്ടുകൾ മാത്രമാണ് സ്വന്തമായിട്ടുള്ളത്. ആ 2-3 ഭാണ്ഡക്കെട്ടുകൾ എടുത്തിട്ട് ജൽദി ഹി വാപ്പസ്, പെട്ടെന്ന് തന്നെ അവർ തിരിച്ച് ഓട്ടോമേ ആ ബൈറ്റ, ഓട്ടോറിക്ഷയിൽ വന്നിരുന്നു. ഓട്ടോ ചൽപ്പടി, ഓട്ടോറിക്ഷ മുന്നോട്ടേക്ക് പോവാൻ തുടങ്ങി. और जब उन ഗിലാഡി ലടുക്കോനെ സാമനെ പഹൂഞ്ചിത്തോ, എപ്പോഴാണോ ഓട്ടോറിക്ഷ മുമ്പോട്ടേക്ക് വന്നിട്ട് ആ ഗിലാഡി കുട്ടികളുടെ, കളിക്കാരായിട്ടുള്ള കുട്ടികളുടെ അടുത്ത് എത്തിയത് എങ്കിൽ, ഉനോനെ സടക്ക് ഗേർക്കർ ഉസേ രോക്കിലിയ, അവർ റോഡിൽ വളഞ്ഞിട്ട് ആ ഓട്ടോറിക്ഷ തടഞ്ഞു. പഹൂഞ്ചിത്തോ ഉനോനെ സടക്ക് ഗേർക്കർ, സടക്ക് അങ്ങനെ വലയം വെച്ചിട്ട്, വട്ടം നിന്നിട്ട് എന്ത് ചെയ്തു? വണ്ടി തടഞ്ഞു നിർത്തി. അങ്കിൾ കേശവ് കൈസാ ഹേ, എന്നിട്ട് ചോദിക്കണം, അങ്കിൾ കേശവൻ എങ്ങനെയുണ്ട്? ആൻറ്റി ഡോക്ടർ ക്യാ ബോലെ, ആൻറ്റി ഡോക്ടർ എന്താണ് പറഞ്ഞത്? ജൽദി ടീക്ക് തോ ഹോ ജായേഗാന, പെട്ടെന്ന് തന്നെ സുഖം പ്രാപിക്കുകയില്ലേ? सारे लड़के चारों तरफ से ऑटो के घेर कर गड़े थे और लेटे हुए केशव को देखते हुए उसके माता पिता से पूछ रहे थे. എല്ലാ കുട്ടികളും, സാരയിലെടുക്കെ മുഴുവൻ കുട്ടികളും, ചാരോം തരഫ് ചുറ്റിലും, ഓട്ടോറിക്ഷയുടെ ചുറ്റിലും, ഗേർക്കർ ഗഡേതെ, ഓട്ടോറിക്ഷ ചുറ്റിലും ഇങ്ങനെ വളഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു. और लेटे हुए കേശവ് കോ ദേഖ്തേ ഹുയെ, എന്നിട്ട് അവിടെ കിടക്കുകയായിരുന്ന കേശവനെ നോക്കിക്കൊണ്ട്, ഉസ്കെ മാതാപിതാസെ, അവൻ്റെ മാതാപിതാക്കളോട് പൂച്ച് രഹേദേ, ചോദിക്കുകയായിരുന്നു. മാതാപിതാക്കളോട് ചോദിക്കുന്ന കാര്യമാണ് എന്ത്? അങ്കിൾ എങ്ങനെയുണ്ട് കേശവൻ എന്ന കാര്യവും ആൻറ്റി ഡോക്ടർ എന്താണ് പറഞ്ഞത് എന്ന കാര്യമൊക്കെ അവർ ചോദിക്കുകയാണ്. കേശവ് തക്ലീഫ് മേധ, കേശവ് ആകെ വിഷമത്തിലായിരുന്നു, പ്രയാസത്തിൽ തന്നെയായിരുന്നു അവൻ. മഗർ അബ് ലടുക്കോം കി ആവാസ് സുൻകർ ജാഗ് ഗയ, പക്ഷേ ആ കുട്ടികളുടെ, ആൺകുട്ടികളുടെ ശബ്ദം കേട്ട് അവൻ ഉണർന്നു. और उन्हें देखता हुआ लेटे डेटे मुस्करा रहा था, അവരെ കണ്ടപ്പോൾ അവൻ എന്ത് ചെയ്യാൻ തുടങ്ങി? അങ്ങനെ കിടന്നുകൊണ്ട് തന്നെ മുസ്കരാ രഹാദ, പുഞ്ചിരിക്കാൻ തുടങ്ങി. अपना एक साबुत हाथ जरा सा ऊपर उठाया तो लड़के उससे हाथ मिलाने को टूट पड़े. अपना एक സാബുത്ത് ഹാത്ത്, അവൻ്റെ ഒരു നല്ല കൈ, അതായത് മുറിവൊന്നും പറ്റാത്ത കൈ, ഒരു കൈയാണ് ഒടിഞ്ഞതല്ലേ, മറ്റേ കൈക്ക് അപകടമൊന്നും പറ്റിയിട്ടില്ല. അപ്പോൾ ആ കൈ അവൻ എന്ത് ചെയ്തു? സരാസ ഊപ്പർ ഉടായ, അല്പം മുകളിലേക്ക് ഉയർത്തി. തോ എങ്കിൽ, ലടുക്കെ ഉസ്സേ ഹാത്ത് മിലാനേക്കോ, ആ ആൺകുട്ടികൾ അവൻ്റെ കൈ കൊടുക്കാൻ വേണ്ടിയിട്ട്, അവന് കൈ കൊടുക്കാൻ വേണ്ടിയിട്ട് അവിടേക്ക് ഓടിയെത്തി. തും ജൽദി ടീക്ക് ഹോ ജാവോഗെ കേശവ്, നീ പെട്ടെന്ന് തന്നെ സുഖം പ്രാപിക്കും കേശവ്. ലഡ്കോം കി ഏക് ടീം കെ ക്യാപ്റ്റനെ കഹ, ആൺകുട്ടികളുടെ ഒരു ടീമിലെ ക്യാപ്റ്റൻ പറഞ്ഞു. और अपने हाथ में रगा बिस्किट का पैकेट കേശവ് കി മാം കോ സൗമ്പ് ദിയ, എന്നിട്ട് കൂടെ തന്നെ അവൻ എന്ത് ചെയ്തു? അവൻ്റെ കയ്യിലുണ്ടായിരുന്ന ബിസ്ക്കറ്റിൻ്റെ പാക്കറ്റ് കേശവൻ്റെ അമ്മയെ ഏൽപ്പിച്ചു. ആൻറ്റി ഇസേ രാസ്തേ മേ ഭൂക്ക് ലഗോഗി തോ ഗിലായിയേഗ, ആൻറ്റി വഴിയിൽ വെച്ച് അവന് വിശക്കുകയാണെങ്കിൽ ഇത് കഴിപ്പിച്ചോളൂ, അവനിത് കൊടുത്തോളൂ എന്ന് പറഞ്ഞിട്ട് ആൻറ്റിയുടെ കയ്യിൽ ആ ബിസ്ക്കറ്റിൻ്റെ പാക്കറ്റ് ഏൽപ്പിച്ചു. അബ് ജബ് തും ലൗട്ടോഗെ കേശവ്
തോ ഹമാരി ടീം സേ ഖേൽന. എന്താണ് പറയുന്നത്? ഇനി നീ എപ്പോഴാണ് കേശവ് തിരിച്ചു വരുന്നത്? നീ തിരിച്ചു വരുന്ന സമയത്ത് എന്ത് ചെയ്യണം? നീ എപ്പോൾ തിരിച്ചു വന്നാലും തിരിച്ചു വരുമ്പോൾ ഞങ്ങളോടൊപ്പം, ഞങ്ങളുടെ ടീമിനൊപ്പം നീ കളിക്കണം എന്ന് പറയുകയാണ്. ടീം സേ ഖേൽന, ഹമാരി ടീം സേ ഖേൽന, ഞങ്ങളുടെ ടീമിൽ നീ കളിക്കണം. പഹലി ടീം കെ ക്യാപ്റ്റനെ കേശവ് കോ ഓഫർ ദിയ. ആദ്യത്തെ ഒന്നാമത്തെ ടീമിലെ ക്യാപ്റ്റനാണ് കേശവന് അങ്ങനെ ഒരു ഓഫർ നൽകിയത്. लड़कों ने अपने हाथों का बल्ला, पैड, स्टंप, बॉल और वह शील्ड जो किसी टीम की नहीं हो सकी थी, ऑटो के पीछे की जगह में केशव को दिखाते हुए धर दिया. എന്താണ്? പഹലി ടീം കെ ക്യാപ്റ്റനാണ് അങ്ങനെ പറഞ്ഞതെന്ന് പറഞ്ഞല്ലോ. ലഡ്കോനെ അപ്പനെ ഹാത്തോം കാ ബല്ല, ആ ആൺകുട്ടികൾ അവരുടെ കയ്യിലുണ്ടായിരുന്ന ബല്ല, ബാറ്റ്, പാഡ്, സ്റ്റംപ്, ബോൾ, और वह ഷീൽഡ്, ആ ഷീൽഡ്, ജോ കിസി ടീമിക്ക് നഹി ഹോ സകി തി, ആ ഏത് ടീമിൻ്റെതാണ് എന്ന് നിശ്ചയിക്കുക പോലും ചെയ്യാത്ത ആ ഷീൽഡ്, ഓട്ടോ കെ പീച്ചെ കി ജഗഹ് മേ കേശവ് കോ ദിഖാത്തെ ഹുയെ ധർ ദിയ, ഓട്ടോൻ്റെ പിന്നിലുള്ള സ്ഥലത്ത് കേശവനെ കാണിച്ചുകൊണ്ട് തന്നെ അത് അവരവിടെ വെച്ചു. ഏക് ക്യാപ്റ്റനെ അപ്പനി ജേബ് സേ വൈറ്റ് ക്യാപ് നികാലി, ഒരു ക്യാപ്റ്റൻ സ്വന്തം കീശയിൽ നിന്നും വൈറ്റ് ക്യാപ്പ് പുറത്തെടുത്തു. ഔർ കേശവ് കെ സിർ കി തരഫ് ദർദി, എന്നിട്ട് അത് കേശവന്റെ തലയിൽ വെച്ചു. ഓട്ടോ ആകെ ബഡ്നെ ലഗി, ഓട്ടോ മുമ്പോട്ടേക്ക് പോവാൻ തുടങ്ങി. തോ കേശവനെ അപ്പനെ പിതാസെ കഹ, അപ്പോൾ കേശവൻ തൻ്റെ അച്ഛനോട് പറഞ്ഞു, ബാബു മുझे ക്യാപ്പ് പഹനാദോ, അച്ഛ എനിക്ക് ഈ ക്യാപ്പ് ധരിച്ചു തരൂ. പിതാനെ വൈറ്റ് ക്യാപ്പ് കേശവ് കെ സിർ പർ പഹനാദി, പിതാവ് ആ വൈറ്റ് ക്യാപ്പ് കേശവന് തലയിൽ വെച്ചുകൊടുത്തു. ഓട്ടോ കെ ആകെ ബഡ്നെ സെ ദൂർ ഹോത്തി ക്രിക്കറ്റ് ടീമോं को, ഓട്ടോ കെ ആകെ ബഡ്നെ സെ ദൂർ ഹോത്തി, ആ ഓട്ടോ മുമ്പോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്, ദൂരെ. അപ്പം ആ ഓട്ടോ മുമ്പോട്ടേക്ക് പോകുമ്പോൾ ദൂരെയായ ആ ക്രിക്കറ്റ് ടീം, ജോ അബ് ബി ഏക് ജഗ ഗഡി ഓട്ടോ കി തരഫ് ദേഖ്തി ഹാത്ത് ഹിലാ രഹി തി, ആരാണോ അവിടെ ആ നിന്ന സ്ഥലത്ത് തന്നെ അവിടെ അവർ കേശവനെ കാണാൻ വേണ്ടി നിന്ന ആ സ്ഥാനത്ത് തന്നെ അവർ നിൽക്കണം, അവരവിടെ നിന്ന് മാറിയിട്ടില്ല. അവിടെ തന്നെ നിന്നുകൊണ്ട് ആ ഓട്ടോയ്ക്ക് നേരെ കൈ വീശിക്കൊണ്ട് നിൽക്കുന്ന ആ ക്രിക്കറ്റ് ടീം കേശവനെ अपने साबुन हाथ से सिर की कैप उतारी और ऑटो के बाहर निकाल कर लहराने लगा. അപ്പോൾ കേശവ് എന്ത് ചെയ്തു? കേശവ് സ്വന്തം തലയിൽ നിന്നും ആ തൊപ്പി ഊരി, അപ്പനെ സാബുത്ത് ഹാത്ത് സേ, അവൻ്റെ നല്ല കൈക്കൊണ്ട്, പരിക്ക് പറ്റാത്ത കൈക്കൊണ്ട് അവൻ്റെ തലയിലുള്ള തൊപ്പി ഊരിയിട്ട്, ഓട്ടോയ്ക്ക് ബാഹർ നികാൽക്കർ, ഓട്ടോയ്ക്ക് പുറത്തേക്കിട്ട്, ലഹരാനെ ലഗ, ആ തൊപ്പി വീശാൻ തുടങ്ങി. മറ്റു കുട്ടികൾ അവൻ്റെ കൂടെ, ആ ക്യാപ്റ്റനും മറ്റു കുട്ടികളൊക്കെ അവിടെ നിന്ന് അവൻ്റെ ഓട്ടോ പോകുന്നതും നോക്കി അവരവിടെ നോക്കി നിൽക്കുകയാണ് കൈ വീശിക്കൊണ്ട്. അപ്പോൾ കേശവ ചെയ്തത് എന്താണ്? അവൻ തൊപ്പി എടുത്തിട്ട് ആ ഓട്ടോയ്ക്ക് പുറത്തേക്കിട്ടിട്ട് അവരോട് ഇങ്ങനെ വീശുകയാണ്, ആ തൊപ്പി കൊണ്ട് വീശി കാണിക്കുന്നു. അപ്പോൾ അതോടുകൂടി നമ്മുടെ കഥ കഴിഞ്ഞു. വൈറ്റ് ക്യാപ്പ് എന്നാണ് നമ്മുടെ കഹാനിയുടെ പേര്. വളരെ മനോഹരമായ ഒരു സ്നേഹം തുളുമ്പുന്ന ഒരു കഹാനിയായിരുന്നു. എല്ലാവരും 2 പാർട്ടും കാണുക. നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും അറിയിക്കുക, ലൈക്ക് ചെയ്യുക. ഓക്കെ.